മുഖത്തെ വാർത്തയിലേക്ക്. മുഖത്തെ ഹോട്ടൽ ജീവനക്കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച ഹോട്ടൽ ഉടമ പിടിയിലായിട്ടുണ്ട്. കേസിൽ ഒന്നാം പ്രതിയായ ഹോട്ടൽ ഉടമ ദേവദാസിനെ മുക്കം പോലീസാണ് കുന്നംകുളത്ത് വെച്ച് പിടികൂടിയത്. പീഡനശ്രമം ചെറുക്കാൻ ശ്രമിക്കുന്നതിനിടെ താഴേക്ക് ചാടിയ യുവതി ഇപ്പോഴും ചികിത്സയിലാണ്. ദൃശ്യ പുതിയടത്ത് ചേരുന്നു. ദൃശ്യ, പ്രധാന പ്രതിയാണ്. ഇത്ര ദിവസത്തിന് ശേഷം പോലീസിന്റെ പിടിയിലായിരിക്കുന്നു. എവിടെ വെച്ചാണ് പിടിയിലായത്? ഇനിയുള്ള നടപടികൾ? ധന്യ, ഒന്നാം പ്രതിയായ ഹോട്ടൽ ഉടമ ദേവദാസിനെയാണ് തൃശൂർ കുന്നംകുളത്ത് വെച്ച് പോലീസ് പിടികൂടിയത്. ഈ ഫോൺ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലായിരുന്നു ഒന്നാം പ്രതിയായ ദേവദാസിനെ പിടികൂടിയത്. മറ്റ് രണ്ട് പ്രതികൾക്കായി തിരച്ചിൽ നടക്കുകയാണ്. ഏകദേശം ഇവരെക്കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഉടൻ പിടികൂടുമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ച വിവരം. ഇവർ ഈ ശനിയാഴ്ച 11 മണിയോടെയാണ് ഈ 3 പേരും ചേർന്ന് ഹോട്ടൽ ഉടമയായ ദേവദാസനും ഹോട്ടൽ ജീവനക്കാരായ റിയാസും സുരേഷും ചേർന്ന് അതിക്രമിച്ച് ഹോട്ടൽ ജീവനക്കാരിയായ പെൺകുട്ടിയുടെ കണ്ണൂർ പയ്യന്നൂർ സ്വദേശിയാണ് പെൺകുട്ടിയുടെ മുറിയിലേക്ക് അതിക്രമിച്ച് കയറിയത്. അതിനുശേഷം പീഡന ശ്രമം ചെറുക്കാൻ ശ്രമിക്കുന്നതിനെ തുടർന്നാണ് പെൺകുട്ടി കെട്ടിടത്തിൽ നിന്ന് താഴേക്ക് ചാടിയത്. പെൺകുട്ടി ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. ഇതിനിടെ ഡിജിറ്റൽ തെളിവുകളും പുറത്തു വന്നിരുന്നു. കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുമെന്നാണ് കുടുംബം പറയുന്നത്. കാരണം ഇത്രയും ദാരുണമായൊരു അവസ്ഥയാണ്. കാരണം കുട്ടി ആരുമില്ലാത്ത ഒരു സമയത്ത് പെൺകുട്ടിയുടെ മുറിയിൽ അതിക്രമിച്ച് കയറുന്നു. ശേഷം ചെറുക്കാൻ ശ്രമിച്ച പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തുന്നു. ഇതിൽ നിന്ന് പുറത്തു കടക്കാൻ വേണ്ടിയാണ് പെൺകുട്ടി കെട്ടിടത്തിൽ നിന്ന് പുറത്തേക്ക് ചാടുന്നത്. ഈ ഹോട്ടലുടമയായ ദേവദാസ് ഇതിനു മുൻപും പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തിയിരുന്നു, മെസ്സേജുകൾ അയച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. 3 മാസമായി പെൺകുട്ടി ഈ ഒരു ഹോട്ടലിൽ ജീവനക്കാരിയായി തുടരുകയാണ്. ഇതിനിടയിലാണ് പെൺകുട്ടിക്ക് പല സമയത്തും ഇയാൾ മെസ്സേജ് അയച്ചിരുന്നു. ഇത് പെൺകുട്ടി ഈ കുടുംബത്തോട് പരാതിപ്പെട്ടിരുന്നു. എന്നാൽ ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം അവിടെ തുടരുകയായിരുന്നു. ഇതിനിടയിലാണ് ഈ വീട്ടിൽ ഈ ഒരു ആരുമില്ലാത്ത സമയത്ത് പെൺകുട്ടി താമസിച്ചിരുന്ന മുറിയിലേക്ക് ഇയാളും ഈ 2 പേരും ചേർന്ന് അതിക്രമിച്ച് കയറുന്നതും പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നതും. ഇപ്പോൾ നിലവിൽ ഈ റിയാസിനെ കുറിച്ചും സുരേഷിനെ കുറിച്ചും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ പിടികൂടുമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. ധന്യ. ശരി ദൃശ്യം.